അപ്പോൾ നമ്മൾ ഇന്നിവിടെ യൂണിറ്റ് 4-ലെ ഹൂ ക്യാൻ ഫ്ലൈ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ടീച്ചറിൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്റ്റോറി പഠിക്കാൻ പോവുകയാണ്. സ്റ്റോറി എന്ന് വെച്ചാൽ എന്താ? കഥ അല്ലേ? കഥ, ഒരു കഥ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ ആ സ്റ്റോറിയുടെ നെയിം? ഹൂ ക്യാൻ ഫ്ലൈ, ആർക്ക് പറക്കാൻ കഴിയും? ഫ്ലൈ എന്താണ്? പറക്കുക അല്ലേ? ഹൂ ക്യാൻ ഫ്ലൈ, ആർക്ക് പറക്കാൻ കഴിയും? ഇപ്പോൾ പറക്കാൻ കഴിയുന്ന ആർക്കാ? നമ്മൾ നോർമലി പറയും ബേർഡ്സ് ക്യാൻ ഫ്ലൈ അല്ലേ? ചിറകുള്ളവയ്ക്ക് പറക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? ബേർഡ്സ് ക്യാൻ ഫ്ലൈ, ബേർഡ്സിന് പറക്കാൻ കഴിയും. ഇപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ തൊട്ട് താഴെയായിട്ട് ഒരു പിക്ചർ കാണുന്നുണ്ട്. ആ പിക്ചറിൽ രണ്ട് ബേർഡ്സ് ആണല്ലേ, രണ്ട് ബേർഡ്സ് ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ബേർഡ്സിൻ്റെ കളേഴ്സ് എന്തൊക്കെയാണ്? ഒരു കുഞ്ഞു ബേർഡിന് യെല്ലോ കളറും അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു ബേർഡിന് ഒരു റെഡ് കളറും അല്ലേ? നമുക്കത് കണ്ടൂടെ? ഇനി നോക്കിക്കോളൂ, താഴേക്ക് നോക്കിക്കോളൂ. ഓക്കെ, നൗ വി ക്യാൻ സീ 2 പിക്ചേഴ്സ് ഇൻ ദ നെക്സ്റ്റ് പേജ്, ഇസ്ന്റ് ഇറ്റ്? നമുക്ക് തൊട്ടടുത്ത പേജിൽ 2 ചിത്രങ്ങൾ കാണാമല്ലേ? 2 ചിത്രങ്ങൾ നമുക്ക് കാണാം. നോക്കിക്കോളൂ. ചിൽഡ്രൻ വെയർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ എ വാലി. റെഡ്, യെല്ലോ, ഗ്രീൻ കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സ്. കണ്ടോ? എന്താണ് ഇവിടെ പറയുന്നത്? എന്താ? കുട്ടികൾ വാലി എന്ന് പറയുന്നത് എന്താണ്? താഴ്വര. താഴ്വരയിൽ പട്ടം പറത്തി കളിക്കുകയായിരുന്നു അല്ലേ? നമുക്ക് ആ ചിത്രത്തിൽ കാണാം കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നത് നമുക്ക് കാണാം. ഈ വാലി എന്ന് പറയുന്നത് എന്താ? താഴ്വര. നമ്മൾ സാധാരണയായിട്ട് പട്ടമൊക്കെ പറത്തുന്നത് എങ്ങനെയാ? ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്ത നല്ല വിശാലമായി കിടക്കുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ പട്ടം പറത്തുന്നത്. ഇപ്പം നമ്മൾ കടലിലൊക്കെ പോകുമ്പോൾ പട്ടം പറത്തുന്നതൊക്കെ കാണാറില്ലേ? ഉണ്ട്. അപ്പോൾ അതുപോലൊരു സ്ഥലമാണ് എന്ത്? ഈ വാലി എന്ന് പറയുന്നതും. മരങ്ങളൊന്നും വലുതായിട്ടില്ലാത്ത നമുക്കെന്താ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പട്ടമൊക്കെ പറത്താൻ കഴിയുന്ന ഒരു പ്ലേസാണ് ഈ വാലി. സോ ചിൽഡ്രൻസ് വെയർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ എ വാലി. കുട്ടികൾ ഈ ഒരു വാലിയിൽ എന്ത് പറത്തുന്നു? പട്ടം പറത്തി കളിക്കുന്നു. ആൻഡ് റെഡ്, യെല്ലോ, ഗ്രീൻ. ഏതൊക്കെ നിറമാണ്? റെഡ്, യെല്ലോ, ഗ്രീൻ. ചുമപ്പ്, മഞ്ഞ, പച്ച. അങ്ങനെ റെഡ്, യെല്ലോ, ഗ്രീൻ കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സ്. അത് മാത്രമാണോ? അല്ല, പല നിറത്തിലുള്ള പട്ടങ്ങൾ. ഈ 3 നിറത്തിലുള്ള പട്ടങ്ങൾ മാത്രമാണോ അവിടെ ഉണ്ടായിരുന്നത്? അല്ല, പല നിറത്തിലുള്ള പട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുന്നേ? തൊട്ട് താഴെയായിട്ട് നമ്മൾ വീണ്ടും ആ ബേർഡ്സിനെ കാണുന്നുണ്ടല്ലേ? അതിൽ യെല്ലോ നിറത്തിലുള്ള അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള ബേർഡ് എന്താ പറയുന്നേ? ലുക്ക് മമ്മ, ഹൗ നൈസ്, ഐ ടു വാണ്ട് എ കൈറ്റ് അല്ലേ? യെല്ലോ നിറത്തിലുള്ള ബേർഡ് പറയുകയാണ്, നോക്കമ്മേ, അങ്ങോട്ട് നോക്കമ്മേ, എത്ര ഭംഗിയാണ്, എത്ര ഭംഗിയാണ്. ഹൗ നൈസ്. നൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ നൈസ്, എത്ര ഭംഗിയാണ്. ഐ ടു വാണ്ട് എ കൈറ്റ്. എനിക്കും വേണം ഒരു പട്ടം. അമ്മേ, എനിക്കും വേണം അങ്ങനെ ഒരു പട്ടം. അത് കാണാൻ എന്ത് ഭംഗിയാണ്. ആരാ ഇത് ചോദിക്കുക? അമ്മേ എന്ന് വിളിക്കുമ്പം ലുക്ക് മമ്മ എന്നല്ലേ പറയുന്നേ? അപ്പോൾ ഇത് ആരായിരിക്കും? ഒരു കുഞ്ഞു കിളിയായിരിക്കും അല്ലേ? ഒരു കുഞ്ഞു ബേർഡാണ്. അപ്പോൾ നോക്കിക്കോളൂ, അമ്മ പറയുകയാണ്, ഓക്കെ ഡിയർ, ലെറ്റ്സ് മേക്ക് വൺ. അമ്മ എന്താ പറഞ്ഞേ? ശരി കുഞ്ഞേ, നമുക്കും ഒരെണ്ണം ഉണ്ടാക്കാം, ഇതുപോലൊരു പട്ടം നമുക്കും ഉണ്ടാക്കാം എന്ന് അമ്മ കുഞ്ഞിനോട് പറയുന്നു അല്ലേ? ഹൂ സെഡ് ദിസ് വേർഡ്സ്? ആരാ ഇത് പറഞ്ഞേ? നമ്മുടെ വലിയ കിളി അല്ലേ? അമ്മ കിളിയാണ് ഇങ്ങനെ പറഞ്ഞത്. ടു ഹൂം? ആരോടാണ് പറഞ്ഞേ? നമ്മുടെ കുഞ്ഞു ബേർഡിനോട് അല്ലേ? യെല്ലോ നിറത്തിലുള്ള കുഞ്ഞു ബേർഡിനോട് അമ്മക്കിളിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദെൻ വാട്ട് വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് പേജ്? നമുക്ക് തൊട്ടടുത്ത പേജിൽ എന്ത് കാണാം? നോക്കിക്കോളൂ. നമ്മളൊരു ചിത്രത്തിൽ ഒരു കൈറ്റുമായിട്ടൊരു പട്ടവുമായിട്ട് 2 ബേർഡ്സ് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം അല്ലേ? 2 ബേർഡിൻ്റെ ഇടയിലായിട്ട് ഒരു പട്ടം ഇരിക്കുന്നത് നമുക്ക് കാണാം. നോക്കിക്കേ. ദേ മേഡ് എ കൈറ്റ്. ഇറ്റ് വാസ് എ റെഡ് കൈറ്റ് വിത്ത് ബ്ലൂ വിങ്സ് ആൻഡ് എ യെല്ലോ ടെയിൽ. എന്താ പറയുന്നേ? അവരൊരു പട്ടം ഉണ്ടാക്കി. കുഞ്ഞു കിളിക്ക് ഒരു പട്ടം വേണമെന്ന് അമ്മയോട് പറഞ്ഞില്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഒരു മമ്മ ബേർഡ് എന്ത് ചെയ്തു? ഒരു പട്ടം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ പട്ടത്തിന് എന്താ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? റെഡ് കൈറ്റ്, ഒരു ചുമന്ന നിറത്തിലുള്ള പട്ടമാണ്. വിത്ത് ബ്ലൂ വിങ്സ്. എങ്ങനത്തെ വിങ്സാ? നീല നിറത്തിലുള്ള വിങ്സ് ആണ്, ചിറകുകളാണ്. വിങ്സ് എന്താ? ചിറകുകളാണ്. ആൻഡ് എ യെല്ലോ ടെയിൽ, മഞ്ഞ നിറത്തിലുള്ള വാലും. ടെയിൽ എന്താ? വാലല്ലേ? മഞ്ഞ നിറത്തിലുള്ള
വാലും. അപ്പോൾ ചുമന്ന കൈറ്റ്, ചുമന്ന പട്ടമാണത്, റെഡ് കൈറ്റ് ആണ്. ആൻഡ് വിത്ത് ബ്ലൂ വിങ്സ്, നീല നിറത്തിലുള്ള വിങ്സ് ഉണ്ട്. ആൻഡ് എ യെല്ലോ ടെയിൽ, മഞ്ഞ ടെയിലും. പിന്നെ അടുത്ത ചിത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നേ നോക്കിക്കേ. The baby sparrow flew the kite. The kite rose up in the sky. അല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നേ? ബേബി സ്പാരോ. അപ്പോൾ അത് ആരാണ്? ഒരു കുഞ്ഞ് കുരുവിയാണല്ലേ, ദ ബേബി സ്പാരോ. അപ്പോൾ ആ മഞ്ഞ നിറത്തിലുള്ള ബേർഡ് ആരായിരുന്നു? ബേബി സ്പാരോ, ഒരു കുഞ്ഞ് കുരുവിയായിരുന്നു. ആ കുഞ്ഞിക്കുരുവി എന്താ ചെയ്തേ? ആ പട്ടം എന്ത് ചെയ്തു? പറത്തി. ദ ബേബി സ്പാരോ ഫ്ലൂ ദ കൈറ്റ്. ആ പട്ടം കുഞ്ഞു കുരുവി എന്ത് ചെയ്തു? പറത്തി. ആൻഡ് ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദ സ്കൈ. റോസ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഉയർന്നു പറന്നു കേട്ടോ. ഉയർന്ന് പറക്കുന്നതിനെയാണ് നമ്മൾ റോസ് അപ്പ് എന്ന് പറയുന്നത്. ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞാൽ ആ പട്ടം ആകാശത്ത് എന്ത് ചെയ്തു? ഉയർന്ന് പറന്നു. ഓക്കെ മൈ ഡിയേഴ്സ്, ദെൻ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പേജ്. Suddenly a wind blew. Snap! The kite line snapped. The kite got stuck in the branch of a tree. എന്താ പറഞ്ഞിരിക്കുന്നേ? സഡൻലി. സഡൻലി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്നല്ലേ, പെട്ടെന്ന്. a wind blew, ഒരു കാറ്റിങ് അടിച്ചു. പെട്ടെന്ന് ഒരു കാറ്റടിച്ചു. സ്നാപ്പ്. the kite line snapped. സ്നാപ്പ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിനൊക്കെയാണ് നമ്മൾ സ്നാപ്പ് എന്ന് പറയുന്നത്. ദ കൈറ്റ് ലൈൻ സ്നാപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടത്തിൻ്റെ നൂല് അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ, അങ്ങ് പൊട്ടിപ്പോയി. ദ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. എങ്ങനെയാ പൊട്ടിപ്പോയേ? ആ പട്ടം ഒരു മരത്തിൻ്റെ കൊമ്പിൽ കുടുങ്ങി, ഇങ്ങനെ ഉടക്കിയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ പട്ടത്തിൻ്റെ നൂലങ്ങ് പൊട്ടിപ്പോയി. നോക്കിയേ മക്കളെ, താഴേക്ക് നോക്കിയേ. ഓ മൈ കൈറ്റ്, ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. I can't reach the branches. He started crying. എന്താ അവിടെ നടക്കുന്നേ? ഓ മൈ കൈറ്റ്, അയ്യോ എൻ്റെ പട്ടം അല്ലേ. ബേബി സ്പാരോ പറയാണ്, അയ്യോ എൻ്റെ പട്ടം. ദ ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. ജംപ്ഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? നമ്മൾ ചാടുന്നതിനെയാണ് ജംപ്ഡ് എന്ന് പറയുന്നത്. ചാടി, അതിനെയാണ് നമ്മൾ ജംപ്ഡ് എന്ന് പറയുന്നത്. സോ ജംപ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് ചാടി. ആരാ മുകളിലേക്ക് ചാടുന്നത് അവിടെ? നമ്മുടെ യെല്ലോ സ്പാരോ അല്ലേ, നമ്മുടെ ബേബി സ്പാരോ ആണ് മുകളിലേക്ക് ചാടുന്നത്. ഓ മൈ കൈറ്റ്, ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. അയ്യോ എൻ്റെ പട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേബി സ്പാരോ എന്ത് ചെയ്യാണ്? മുകളിലേക്ക് ചാടുകയാണ്. I can't reach the branch. He started crying. അല്ലേ, കുഞ്ഞിക്കുരുവി എന്നിട്ട് കരയാൻ തുടങ്ങി. എന്തു പറഞ്ഞിട്ടാ കരയുന്നേ? എനിക്ക് ആ കൊമ്പിലെത്താൻ കഴിയില്ല. അയ്യോ, എനിക്ക് ആ കൊമ്പിലേക്ക് എത്താൻ കഴിയില്ല. അത് പറഞ്ഞിട്ട് ആരാ കരയുന്നേ? നമ്മുടെ ബേബി സ്പാരോ. He started crying. Okay, go through the next page. Can you take my kite? ആരായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? Can you take my kite? എനിക്ക് എൻ്റെ പട്ടം എടുത്തു തരാൻ കഴിയുമോ? ക്യാൻ യു ടേക്ക് മൈ കൈറ്റ്? ആരായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ബേബി സ്പാരോ അല്ലേ, ബേബി സ്പാരോ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ആരോടായിരിക്കും? നമുക്ക് നോക്കാമല്ലേ, നോക്കിക്കോളൂ. ഓ ഐ ആം സോറി, ഐ കാൺ ഫ്ലൈ, ഐ ക്യാൻ ഓൺലി വാക്ക്. അല്ലേ, എനിക്ക് ക്ഷമിക്കണം, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ ഓൺലി വാക്ക്, എനിക്ക് നടക്കാൻ മാത്രമേ കഴിയൂ. നമ്മൾ ആ ചിത്രത്തിൽ ആരെയാണ് കാണുന്നേ? ആരെയെല്ലാം അവിടെ കാണാം? ഒരു പട്ടമുണ്ടല്ലേ, ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്ന ഒരു പട്ടമുണ്ട്. പിന്നെ എന്തുണ്ട്? ഒരു ബേബി സ്പാരോയെ കാണാം. പിന്നെ ഒരു വലിയ മൃഗത്തെ കണ്ടോ? അതാരാണ്? എ കൗ. ആരാണ്? ഒരു പശുവാണ്. എ കൗ, ഒരു കൗ ആണ്. അപ്പോൾ എന്താ, ഒന്നും കൂടെ നോക്കിയേ. ക്യാൻ യു ടേക്ക് മൈ കൈറ്റ്? നമ്മുടെ ബേബി സ്പാരോ പശുവിനോട് ചോദിക്കുകയാണ്, ക്യാൻ യു ടേക്ക് മൈ കൈറ്റ്? നിനക്ക് എൻ്റെ ആ പട്ടം ഒന്ന് എടുത്ത് തരാമോ? അപ്പോൾ നമ്മുടെ കൗ എന്താ പറയുന്നേ? ഓ ഐ ആം സോറി, ഐ കാൺ ഫ്ലൈ, ഐ ക്യാൻ ഓൺലി വാക്ക്. പശുക്കൾ പറക്കോ? ഇല്ലല്ലേ, നടക്കത്ത് മാത്രമേ ഉള്ളൂ. നടന്നല്ലേ പോകുന്നേ പശുക്കളൊക്കെ. സോ എന്താ പറഞ്ഞേ പശു? എനിക്ക് പറക്കാൻ കഴിയില്ല, ഐ ക്യാൻ ഓൺലി വാക്ക്, എനിക്ക് നടന്നു പോകാൻ മാത്രമേ കഴിയൂ. ഗോട്ട് ഇറ്റ്? ഓക്കെ. അടുത്ത പിക്ചർ നോക്കിക്കേ മക്കളെ. റാറ്റ് സ്നേക്ക്, മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ദ ട്രീ, ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ? ഇവിടെ വീണ്ടും നമ്മുടെ യെല്ലോ സ്പാരോ ആരോട് ചോദിക്കുകയാണ്? ഒരു സ്നേക്കിനോട് ചോദിക്കുകയാണ്, മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ദ ട്രീ, എൻ്റെ പട്ടം മരത്തിൽ കുടുങ്ങിപ്പോയി, ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ? നിനക്ക് ഒന്ന് എടുത്തു തരാമോ? എനിക്ക് എൻ്റെ പട്ടം ഒന്ന് എടുത്തു തരാമോ എന്ന് ആര് ചോദിക്കുകയാണ്? ഹൂ സെഡ് ദിസ് വേർഡ്സ്? നമ്മുടെ
ബേബി സ്പാരോ അല്ലേ. ടു ഹോം ദ റാറ്റ് സ്നേക്ക്, ആരോടാണ്? ആ ഒരു പാമ്പിനോട് അല്ലേ, ആ ഒരു ചേരപ്പാമ്പിനോടാണ് ഇങ്ങനെ ചോദിക്കുന്നേ. ബേബി സ്പാരോയ്ക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ട് വരികയാണ് ആര്? നമ്മുടെ റാറ്റ് സ്നേക്ക്. സോ നമ്മുടെ റാറ്റ് സ്നേക്ക് എന്തായിരിക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ബേബി സ്പാരോ, ഐ ക്യാൻ ഓൺലി ക്രോൾ, ഐ കോൺ ഫ്ലൈ. ബേബി സ്പാരോ, എൻ്റെ കുഞ്ഞു കുരുവി, ഐ ക്യാൻ ഓൺലി ക്രോൾ. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് ക്രോൾ? ക്രോൾ എന്ന് വെച്ചാൽ എന്താ? ഇഴയുക അല്ലെങ്കിൽ ഇഴഞ്ഞു പോവുക, അങ്ങനെയൊക്കെയാണ് ക്രോൾ. ഇഴയാൻ ഉള്ളൊരു ഇതിനെയാണ് നമ്മൾ ക്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ക്യാൻ ഓൺലി ക്രോൾ, പാമ്പ് പറക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ഇഴഞ്ഞു പോകാനേ കഴിയൂ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ റാറ്റ് സ്നേക്ക് പറഞ്ഞു. സോ ഐ ക്യാൻ ഓൺലി ക്രോൾ, എനിക്ക് ഇഴയാനേ കഴിയൂ. ഐ കോൺ ഫ്ലൈ, ഞാൻ എന്തേ ഇല്ല, പറക്കത്തില്ല. ഐ കോൺ ഫ്ലൈ, ഞാൻ പറക്കില്ല. ഹൂ സെഡ് ദിസ് വേർഡ്സ്? ദ റാറ്റ് സ്നേക്ക്. ടു ഹൂം? ദ ബേബി സ്പാരോ. Okay, then look at the below picture. Uncle, please help me. My kite got stuck in the branches. Who said these words? The baby sparrow. Okay, അപ്പോൾ നമ്മുടെ ബേബി സ്പാരോ പറയുകയാണ്, അങ്കിൾ പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ? മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ചസ്, എൻ്റെ കൈറ്റ് എവിടെ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ എവിടെ ഉടക്കിപ്പോയി? കൊമ്പുകളിലല്ലേ. ആ ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ എന്താ? ശിഖരം അല്ലെങ്കിൽ കൊമ്പ് എന്നൊക്കെ നമുക്ക് എന്താ പറയാം, മരത്തിൻ്റെ കൊമ്പ്, ശിഖരമൊക്കെയാണ് ബ്രാഞ്ചസ്. സോ മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ചസ്, എൻ്റെ പട്ടം മരത്തിൻ്റെ കൊമ്പിൽ എന്ത് ചെയ്തു? കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ ഉടക്കിപ്പോയി. അപ്പോൾ തിരിച്ച് അങ്കിൾ റിപ്ലൈ കൊടുക്കുകയാണ്, നോക്കിക്കോളൂ. നോ വേ മൈ ഡിയർ, ഐ ക്യാൻ ഓൺലി ഹോപ്പ്, ഐ കോൺ ഫ്ലൈ. ഒരു രക്ഷയുമില്ല കുഞ്ഞേ, ഒരു രക്ഷയുമില്ല. ഐ ക്യാൻ ഓൺലി ഹോപ്പ്. ദ മീനിങ് ഓഫ് ദ വേർഡ് ഹോപ്പ് മീൻസ് ടു ജമ്പ്. ചാടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോപ്പ് എന്ന് പറയുന്നത്. സോ ഐ ക്യാൻ ഓൺലി ഹോപ്പ്, എനിക്ക് എന്ത് ചെയ്യാനേ കഴിയൂ? എനിക്ക് ചാടാനേ കഴിയൂ. ഐ കോൺ ഫ്ലൈ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പറക്കാൻ കഴിയില്ല. അപ്പോൾ തന്നെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ അതാരായിരിക്കും? ഇറ്റ്സ് എ റാബിറ്റ് അല്ലേ, ഒരു മുയലാണല്ലേ. സോ മുയൽ പറയുകയാണ്, നോ വേ മൈ ഡിയർ, ഐ ക്യാൻ ഓൺലി ഹോപ്പ്, എനിക്ക് ചാടാനേ കഴിയൂ. ഐ കോൺ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. സോ ഹൂ സെഡ് ദിസ് വേർഡ്സ്? എ റാബിറ്റ്. ടു ഹൂം? ദ ബേബി സ്പാരോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇവിടെ കുറച്ച് മത്സ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫിഷസ് ആയിട്ട് നമ്മുടെ ബേബി സ്പാരോ എന്ത് ചെയ്യാണ്? സംസാരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അവർ സംസാരിക്കുന്നത് നോക്കിയാലോ. നോക്കിക്കോളൂ. നമ്മുടെ ബേബി സ്പാരോ പറയുകയാണ്, മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രീ, ക്യാൻ യു ഫ്ലൈ ആൻഡ് ടേക്ക് മൈ കൈറ്റ്. ഇത് സ്ഥിരം എല്ലാവരുടെ അടുത്തും നമ്മുടെ ബേബി സ്പാരോ ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രീ, എൻ്റെ പട്ടം മരത്തിൽ എന്ത് ചെയ്തു? കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ ഉടക്കിപ്പോയി. ക്യാൻ യു ഫ്ലൈ ആൻഡ് ടേക്ക് മൈ കൈറ്റ്, പറന്നിട്ട് എൻ്റെ ഒരു പട്ടം ഒന്ന് എടുത്തു തരാമോ? ഇന്ന് നമ്മുടെ ബേബി സ്പാരോ ആരോട് ചോദിക്കുകയാണ്? ആരോടായിരിക്കും ചോദിക്കുന്നേ? ആ പോണ്ടിൽ ആരുണ്ടെന്നാ ടീച്ചർ നേരത്തെ പറഞ്ഞേ? ഫിഷസ് അല്ലേ. അപ്പോൾ ഫിഷസിനോട് നമ്മുടെ ബേബി സ്പാരോ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഫിഷസ് എന്താ പറയുന്നേ? നോക്കിക്കോളൂ. വി ക്യാൻ ഓൺലി സ്വിം, വി കോൺ ഫ്ലൈ. സ്വിം എന്താ? നീന്തുന്നത് അല്ലേ. സോ വി ക്യാൻ ഓൺലി സ്വിം, ഞങ്ങൾക്ക് നീന്താനേ കഴിയൂ. വി കോൺ ഫ്ലൈ, ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. സോ എന്താണ് ഫിഷസ് നമ്മുടെ ബേബി സ്പാരോയോട് പറഞ്ഞത്? വി ക്യാൻ ഓൺലി സ്വിം, ഞങ്ങൾക്ക് നീന്താനേ കഴിയൂ. വി കോൺ ഫ്ലൈ, ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. ഓക്കെ, സോ ഹൂ സെഡ് ദിസ് വേർഡ്സ്? ദ ഫിഷസ്. ഫിഷസ് ആണ് ഇങ്ങനെ പറഞ്ഞേ. ടു ഹൂം? ദ ബേബി സ്പാരോ. നമ്മുടെ ബേബി സ്പാരോയുടെ അടുത്താണ് ഫിഷസ് ഇങ്ങനെ പറഞ്ഞത്. ഇനി താഴേക്ക് നോക്കിക്കേ, ഒരു ചിത്രം കണ്ടോ? നോക്കിക്കോളൂ. മമ്മ, ലുക്ക് മൈ കൈറ്റ് ഈസ് ഓൺ ദ ട്രീ, ഹൂ ക്യാൻ ഗെറ്റ് my kite back? Ha ha ha, I can. Mama Sparrow laughed. അല്ലേ, ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മുടെ ബേബി സ്പാരോ അവൻ്റെ അമ്മ സ്പാരോ അല്ലെങ്കിൽ മമ്മ സ്പാരോനെ എന്ത് ചെയ്തു? കണ്ടു അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മുടെ ബേബി സ്പാരോ അവൻ്റെ മമ്മ സ്പാരോനെ എന്ത് ചെയ്തു? കണ്ടു അല്ലേ. അപ്പോൾ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ബേബി സ്പാരോ ഭയങ്കര സങ്കടപ്പെട്ട് പറയുകയാണ്, ലുക്ക് മമ്മ, ഇങ്ങോട്ട് നോക്കമ്മേ, മൈ കൈറ്റ് ഈസ് ഓൺ ദ ട്രീ, എൻ്റെ പട്ടം മരത്തിലിരിക്കുകയാണ്. ഹൂ ക്യാൻ ഗെറ്റ് മൈ കൈറ്റ് ബാക്ക്? ആർക്കത് തിരിച്ചെടുത്ത് തരാൻ കഴിയും? നമ്മുടെ ബേബി സ്പാരോ അമ്മ സ്പാരോട് അങ്ങനെ ചോദിക്കുകയാണ്. ഹ ഹ ഹ, ഐ ക്യാൻ. മമ്മ സ്പാരോ ലാവ്ഡ്. അയ്യോ, ഇത് കേട്ടിട്ട് നമ്മുടെ അമ്മ സ്പാരോ എന്ത് ചെയ്തു? പൊട്ടിച്ചിരിക്കുകയാണ്. ഹ ഹ ഹ, ഐ ക്യാൻ.
മോനെ ഇടാ, എനിക്ക് എടുത്തു തരാൻ കഴിയും. ഐ ക്യാൻ, എനിക്ക് പറ്റും അല്ലേ? മമ്മ സ്പാരോ ഫ്ലൂ അപ്പ് ആൻഡ് ടുക്ക് ദ കൈറ്റ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ മമ്മ സ്പാരോ, നമ്മുടെ അമ്മക്കുരുവി മുകളിലേക്ക് പറന്ന് ആ പട്ടം ഇന്ന് എടുത്തു അല്ലേ? മുകളിലേക്ക് പറന്നിട്ട് ആ പട്ടം നമ്മുടെ മമ്മ സ്പാരോ അമ്മക്കുരുവിങ്ങ് എടുത്തു. ഡിയർ, ഹിയർ ഈസ് യുവർ കൈറ്റ്. മോനെ ഇതാ നിന്റെ പട്ടം. അങ്ങനെ നമ്മുടെ അമ്മക്കുരുവി എന്ത് ചെയ്തു? അത് നമ്മുടെ ബേബി സ്പാരോയ്ക്ക് അങ്ങ് കൊടുത്തു. ബേബി സ്പാരോ ഇസ് ഹാപ്പി അഗെയിൻ. നമ്മുടെ കുഞ്ഞിക്കുരുവിക്ക് വീണ്ടും വീണ്ടും സന്തോഷമായി. ഹാപ്പി അഗെയിൻ. വീണ്ടും എന്ത് ചെയ്തു? ബേബി സ്പാരോയ്ക്ക് ഭയങ്കര സന്തോഷമായല്ലേ? നമുക്ക് ആ പിക്ചറിൻ്റെ അകത്ത് ബേബി സ്പാരോ എന്തോ പറയുന്നതായിട്ട് കാണിക്കുന്നില്ലേ? നോക്കാം എന്താന്ന്. വൺ ഡേ ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു. ഒരു ദിവസം ഞാനും അമ്മയെ പോലെ പറക്കും അല്ലേ? ബേബി സ്പാരോ പറയാണ്, വൺ ഡേ ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു. ഒരു ദിവസം ഞാനും അമ്മയെ പോലെ പറക്കും. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആയോ? ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പോർഷൻ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ടീച്ചറിൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്